എയർ ഇന്ത്യ വിമാന ദുരന്തം, അഹമ്മദാബാദിൽ സംഭവിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം, അത് നടന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ ഉള്ള ഒരു ഉത്തരം പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ചുരുളഴിഞ്ഞ് പുറത്തു വരുന്നുണ്ടോ? അല്ല, എയർ ഇന്ത്യയുടെ വിമാനം തകർന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നുമില്ല അതിനകത്ത്. നേരത്തെ വന്ന സംഭവങ്ങൾ തന്നെയാണ് വീണ്ടും പൊടി തട്ടി വരുന്നത്. പക്ഷേ അതേസമയം വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, എൻജിൻ ഭാഗങ്ങൾ യഥാസമയം മാറ്റിയില്ല, പകരം വ്യാജരേഖ ചമച്ചു എയർ ഇന്ത്യ. ആ വിമാനത്തിൻ്റെ അല്ല, വേറൊരു വിമാനത്തിൻ്റെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അതായത് എയർബസ് A320 ഇതിൻ്റെ എൻജിൻ ഭാഗങ്ങൾ യഥാസമയം മാറ്റാത്തതിനും മാറ്റിയെന്ന് കാണിച്ച് വ്യാജരേഖകൾ ചമച്ചതിലും എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ തിരിഞ്ഞ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ മെയിൻ്റനൻസ് നടത്തണല്ലോ. അപ്പം മെയിൻ്റനൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വെക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമ്മൾ കാറൊക്കെ ആണെങ്കിൽ സർവീസ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അതിലെന്തെങ്കിലും തകരാറ് വന്ന സംഭവങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് വെച്ചിട്ട് റിപ്പോർട്ട് ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പകരം ഇവർ വ്യാജരേഖ ചമച്ചിട്ട് എൻജിൻ ഭാഗങ്ങൾ മാറ്റി ഞങ്ങളത് സർവീസ് ചെയ്തു എന്നൊരു വ്യാജരേഖ കൊടുത്തു. അത് ഇവരുടെ ഭാഗത്ത് വന്ന തെറ്റാണ് എന്നാണ് ഇപ്പോൾ DGCA കണ്ടെത്തിയിരിക്കുന്നത്. വേറൊരു വിമാനത്തിന്റെ, അതായത് എയർബസ് A320. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിമാനം മാത്രമല്ല, ഇതിനു മുമ്പ് 3 വിമാനങ്ങൾക്ക് ഇതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി മെയിൻ്റനൻസ് നടത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് DGCA കൊടുത്തതാണ്. അതിൻ്റെ പേരിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ. ഇതിപ്പോൾ പുതിയ വാർത്തയാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ വ്യോമയാന സുരക്ഷാ ഏജൻസിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാണ് ഏജൻസി എയർലൈൻസിനെ ശാസിച്ചിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തെറ്റ് സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. മനുഷ്യരെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. പരിഹാര നടപടികൾക്ക് എയർലൈൻ നിർദ്ദേശിച്ചതായും റോയിറ്റേഴ്സാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CFM ഇന്റർനാഷണൽ ലീപ് 1A എഞ്ചിനുകളുടെ സുരക്ഷയ്ക്കായാണ് 2023 യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എഞ്ചിൻ സീലുകൾ, കറങ്ങുന്ന ഭാഗങ്ങൾ തുടങ്ങിയ ചില ഘടകങ്ങൾ യഥാസമയം കൃത്യമായി മാറ്റി സ്ഥാപിക്കണമെന്ന് നിർദ്ദേശങ്ങളുണ്ട്. അതായത് കുറച്ചു കാലം അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി പുതിയത് സ്ഥാപിക്കണം എന്നുള്ളത്. അത് എയർ ഇന്ത്യ ഈ വിമാനത്തിൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ചില ഘടകങ്ങൾ യഥാസമയം മാറ്റി സ്ഥാപിക്കും. എഞ്ചിൻ നിർമ്മാണത്തിൽ ചില പോരായ്മകൾ കണ്ടെത്തിയതായ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ അവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വിമാനത്തിൻ്റെ ഭാഗങ്ങളുടെ പരാജയത്തിന് കാരണമായേക്കാമെന്നും ഇത് വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതിനും നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനും കാരണമായേക്കാമെന്നും ഏജൻസിയുടെ നിർദ്ദേശത്തിൽ പറഞ്ഞു. നമ്മളുടെ തകർന്ന വിമാനത്തിൻ്റെ അവസ്ഥ എന്താ? 2 എഞ്ചിനുകൾ ഒരേ സമയം തകരാറിലായി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആ വിമാനത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കറക്റ്റ് സമയത്ത് ചക്രങ്ങൾ മാറ്റാതിരുന്നതായിരിക്കാം ചിലപ്പോൾ എഞ്ചിൻ കംപ്ലൈന്റ്, ഒരേ സമയം 2 എഞ്ചിനും കംപ്ലൈന്റ് ആകാൻ കാരണം. അപ്പോൾ നമ്മൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇതിന്റെ എഞ്ചിൻ കഴിഞ്ഞ വർഷം സർവീസ് ചെയ്തതാണ്, അതിന്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്തതാണ് എന്നല്ലേ എന്ന് എയർ ഇന്ത്യ പറഞ്ഞത് വെച്ചിട്ടാണ് നമ്മൾ വാർത്ത ചെയ്തത്. അപ്പൊ എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളിലും സഞ്ചരിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോടുക. അപ്പോൾ ഇവര് ഇതേപോലത്തെ റിപ്പോർട്ടായിരിക്കില്ലേ അവിടെ കൊടുത്തിട്ടുണ്ടാവും 2024 ചെയ്തു എന്നുള്ളത്. അപ്പം ചിലപ്പോ അതായിരിക്കാം ഈ അപകടത്തിന് അഹമ്മദാബാദ് വിമാനപകടത്തിന് ചിലപ്പോൾ കാരണം അതായിരിക്കാം. 2024 ഒക്ടോബറിൽ DGCA ഓഡിറ്റിനിടെയാണ് ഈ പിഴവ് ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് മാർച്ചിൽ ഇന്ത്യൻ സർക്കാർ എയർലൈനിന് രഹസ്യ മെമ്മോ അയക്കുകയുണ്ടായി. DGCAയുടെ നിരീക്ഷണത്തിൽ എയർബസ് A320യുടെ എഞ്ചിനിൽ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ പാർട്സ് മോഡിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. എന്നാൽ യഥാസമയം ഇത് ചെയ്തു എന്ന് കാണിക്കാനായി രേഖകളിൽ കൃത്രിമം കാണിക്കുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ VT-ATD വിമാനത്തിൽ നിർബന്ധിത പരിഷ്കരണം ആവശ്യമാണെന്ന് മെമ്മോ വ്യക്തമാക്കുന്നു. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എയർ ഇന്ത്യ അതിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. എഞ്ചിൻ്റെ ഭാഗങ്ങൾ യഥാസമയം മാറ്റി സ്ഥാപിക്കേണ്ടത്, അതിൻ്റെ മോട്ടറുകളും ഫാനുകളൊക്കെ ആയിരിക്കും, അതായത് യഥാസമയം മാറ്റി പുതിയത് വെക്കേണ്ടതിന് പകരം അത് ചെയ്യാതെ അത് ചെയ്തു എന്ന് കാണിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. എനിക്കും ഇപ്പോൾ ബലമായ സംശയമുണ്ട് അഹമ്മദാബാദ് വിമാനത്തിൻ്റെ 2 എഞ്ചിനും തകരാറിലായി എന്ന് വരാനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. കഴിഞ്ഞ വർഷം 2024 ഈ വിമാനത്തിൻ്റെയും കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. ഇതേപോലെ ആ വിമാനത്തിലും ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ വിമാനം ഇതേപോലെ സർവീസ് മെയിൻ്റനൻസ് നടത്തി എന്നൊരു റിപ്പോർട്ട് ഇവർ കൊടുത്തിട്ടുണ്ടാകാം. ഇനിയിപ്പോൾ ആ റിപ്പോർട്ട് പരിശോധിക്കണം, അങ്ങനെ റിപ്പോർട്ട് ഇവർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ഇത് എഞ്ചിന്റെ ഭാഗങ്ങൾ, ഈ തകർന്ന വിമാനത്തിന് എഞ്ചിന്റെ ഭാഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അല്ല, എനിക്ക് തോന്നുന്നു ഈ വിമാനാപകടത്തിൽ ഒരു പ്രാഥമിക വിലയിരുത്തൽ പോലും വന്നിട്ടില്ലല്ലോ. അത് ചിലപ്പോൾ ഇതിന്റെ കൂടി ഒരു അത്താശയുടെയും
ചില ഉദ്യോഗസ്ഥരും എയർ ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെയും കൂടി പുറത്തായിരിക്കാം. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച പുറത്തു പറഞ്ഞാൽ എയർ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും. തീർച്ചയായിട്ടും ആ വിമാനങ്ങളെ ആശ്രയിക്കുന്നത് ജനങ്ങൾ കുറയ്ക്കും, ഒരു ഭയം കാണും. അപ്പൊ മറ്റു വിമാനങ്ങളെ അവർ പൈസ കൂടുതലാണെങ്കിലും മറ്റു വിമാനങ്ങളെ അവർ ആശ്രയിക്കും. അപ്പൊ ഇത് പുറത്തു വരാതിരിക്കാനുള്ള സർക്കാർ തലത്തിലുള്ള കളികളായിരിക്കാം നമ്മൾ ഈ കാണുന്നത്. എന്തായാലും 294 പേരുടെ ജീവന് ഒരു ഗ്യാരണ്ടി ഉണ്ടായില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം കൂടി, മോണിറ്ററിംഗ് സോഫ്റ്റ്വെയറിലെ രേഖകൾ മാറിപ്പോയതിനാൽ പാർട്സ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഷെഡ്യൂൾ ചെയ്ത തീയതി ടെക്നിക്കൽ ടീമിന് നഷ്ടപ്പെട്ടുവെന്നും പ്രശ്നം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ അത് പരിഹരിച്ചതായും എയർ ഇന്ത്യ എക്സ്പ്രസ് റോയിറ്റേഴ്സിനോട് പറഞ്ഞു. വീഴ്ചയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായും സ്ഥാനത്ത് നിന്ന് നീക്കിയതായും എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി. അതേസമയം റോയിറ്റേഴ്സിന്റെ ചോദ്യങ്ങളോട് DGCA, യൂറോപ്യൻ സുരക്ഷാ ഏജൻസിയോ എയർബസോ പ്രതികരിച്ചിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എയർബസിലെ എഞ്ചിൻ പ്രശ്നം മാസങ്ങൾക്ക് മുമ്പേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എസ്കേപ്പ് സ്ലൈഡുകളിൽ പരിശോധനകൾ കാലഹരണപ്പെട്ട 3 എയർബസ് വിമാനങ്ങൾ പറത്തിയതിന് ഈ വർഷം DGCA എയർ ഇന്ത്യക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജൂണിൽ പൈലറ്റ് ഡ്യൂട്ടി സമയത്തിന്റെ ഗുരുതരമായ ലംഘനങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം വിവിധ സുരക്ഷാ ലംഘനങ്ങളുടെ പേരിൽ 23 തവണ അധികൃതർ വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകുകയോ പിഴ ചുമത്തുകയോ ചെയ്തതായി ഫെബ്രുവരിയിൽ സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു. ഇതിൽ 3 എണ്ണം എയർ ഇന്ത്യ എക്സ്പ്രസും 8 എണ്ണം എയർ ഇന്ത്യയാണ്. അതായത് 8, 9, 10, 11 എണ്ണം. 11 എണ്ണത്തിന് നേരത്തെ തന്നെ സർക്കാർ മെമ്മോ കൊടുത്തിട്ട് പിഴ ഈടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ചെറിയ നമ്മുടെ നാട്ടിലേക്കൂടെയൊക്കെ ഓടിക്കുന്ന ഒരു ബസ് ഓടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് എയർ ഇന്ത്യ ഈ പറയുന്ന 300 ആൾക്കാരുടെ ജീവനും കൊണ്ട് തലങ്ങും വിലങ്ങും പറക്കുന്നത് എന്നർത്ഥം. അതായത് അവർക്ക് അതിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോടോ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരോടോ ഒന്നും യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. ഇപ്പൊ പുതിയതായിട്ട് വന്നല്ലോ, അവരൊരു ഫോം കൊടുക്കും, അത് പൂരിപ്പിച്ച് ഒപ്പിടണം. ഒപ്പിടാത്തവരെ ഭീഷണിപ്പെടുത്തുന്നു. അത് ഒപ്പിട്ട് കൊടുത്താൽ ഈ കിട്ടേണ്ട തുക അവർക്ക് കോടതിയിൽ വാദിക്കാം, കിട്ടേണ്ട തുക കുറച്ചു കൊടുക്കാം. പിന്നീട് നാളെ ഇതിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും കോടതി കയറിയാൽ അവർക്കെതിരെ ഈ ഒപ്പിട്ട് കൊടുത്ത പേപ്പർ പ്രയോഗിക്കാം. ഒന്ന് മരിച്ചവരുടെ ജീവൻ ഒരു വില പോലും കൽപ്പിക്കാതെയുള്ള ഇവന്മാരുടെ ഈ ആക്രാന്തം, ഈ കമ്പനിയെ നിരോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. PFI ഒക്കെ നിരോധിച്ചതുപോലെ ഈ എയർ ഇന്ത്യ അങ്ങ് നിരോധിക്കണം. ഇനി ആളെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഇവന്മാർ എടുക്കരുത്. ഈ ഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് എയർ ഇന്ത്യയുടെ കയ്യിൽ വെച്ചാൽ നാലായിട്ട് മടക്കിയിട്ട് പോക്കറ്റിലോട്ടങ്ങ് വെച്ചാൽ ധാർജ്ജമുള്ള സർക്കാരിന് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. അതെ, അവരത് ചെയ്യണം. ഇവര് കൃത്യമായിട്ട് ഓൾറെഡി 1 കോടി രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ 1 കോടി രൂപ കൊടുക്കണം. ബാക്കിയുള്ള പൈസ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നുള്ളത് സർക്കാർ ഇടപെട്ടിട്ട് അത് വാങ്ങി കൊടുക്കാനുണ്ട്. കാരണം അതിൽ മരിച്ച ആളുകൾ അവരുടെ കുറ്റം കൊണ്ടല്ല, അവർക്ക് വലിയ ഭാവിയുണ്ട്, അവരുടെ കുടുംബത്തിന് വലിയ ഭാവിയുണ്ട്, അവർക്ക് മുന്നിൽ വലിയൊരു ജീവിതം ഇനിയും ബാക്കിയുണ്ട്. അത്രയും ജീവിതം ബാക്കിയുള്ള ഘട്ടത്തിൽ ഈ എയർ ഇന്ത്യയുടെ മിക്കവാറും ഇതിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഇവരുടെ കുറ്റകരമായ അനാസ്ഥ കൊണ്ടാണ് ഈ അപകടം ഉണ്ടാവുക. ഒരു പക്ഷേ വിമാന നിർമ്മാണ കമ്പനിയെ പോലും എയർ ഇന്ത്യ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടാവും. അത് പറഞ്ഞാണ് നിങ്ങൾ ഒന്നും ഇപ്പം മിണ്ടണ്ട, നിങ്ങൾ വന്ന് നോക്കി വേറെ ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എഞ്ചിൻ തകരാറ് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ വർഷം ഞങ്ങൾ എഞ്ചിൻ മെയിൻ്റെനൻസ് നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പം അതനുസരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് ചിലപ്പോൾ പറഞ്ഞു കാണാം. ഇതൊന്നും ഔദ്യോഗികമായിട്ട് പുറത്തു വന്നില്ല. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ട് അഹമ്മദാബാദിൽ തകർന്നു പോയ വിമാനത്തിന്റെ കാരണം എന്താണ്, ആ അപകടത്തിന്റെ കാരണം എന്താണ് എന്ന് പുറത്തു പറയാനുള്ള ബാധ്യത എയർ ഇന്ത്യക്കുണ്ട്. കാരണം എയർ ഇന്ത്യ ഞങ്ങൾ ബ്ലാക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ബ്ലാക്ക് ബോക്സ് പരിശോധനയിൽ കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടണം. അത് കിട്ടിയേ പറ്റൂ. അതിന് കാരണം അതുകൊണ്ടാണല്ലോ ഒരു ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് വിമാനത്തിൽ റെക്കോർഡ് ചെയ്യാൻ വെക്കുന്നത്, വോയിസ് റെക്കോർഡറും കോക്പിറ്റ് റെക്കോർഡൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിന്റെ ആ റെക്കോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിമാനത്തിന് ഇൻഷുറൻസ് കാണൂലേ? പിന്നെ തകരുമ്പോ ആ ഇൻഷുറൻസ് കോടിക്കണക്കിന് തുക വിമാനത്തിന് കിട്ടത്തില്ലേ? വിമാന കമ്പനിക്കും കിട്ടും, യാത്രക്കാർക്കും എല്ലാം കിട്ടും. കോടിക്കണക്കിന് രൂപയാണ് ഇൻഷുറൻസ് വരുന്നത്. നമ്മൾ ഒരു മറ്റേ സ്കൂട്ടർ പോകുന്നവർ നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതിന്റെ എത്രയോ മടങ്ങ് കോടികൾ അത് സ്വാഭാവികമായിട്ടും വിമാന കമ്പനിക്ക് കിട്ടും. അതിൽ യാത്ര ചെയ്ത അതായത് കാലപ്പഴക്കം ചെന്ന വിമാനം ഏതെങ്കിലും തരത്തിൽ വീണ് അപകടത്തിൽ നശിച്ചാൽ അതിന് ഇൻഷുറൻസ് തുക വാങ്ങാൻ കമ്പനിക്ക് പറ്റും. കോടിക്കണക്കിന് തുക കിട്ടും.